Hello students, ഇലക്ട്രോണിക് ഡിവൈസസ് ആൻഡ് സർക്യൂട്ട്സിൻ്റെ പാർട്ട് 13 ക്ലാസ്സിൽ നമ്മൾ ഇന്ന് പഠിക്കുന്നത് ഫ്രീക്വൻസി റെസ്പോൺസ് ഓഫ് ഡയറക്റ്റ് കപ്പിൾഡ് ആംപ്ലിഫയർ ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞത് ഡയറക്റ്റ് കപ്പിൾഡ് ആംപ്ലിഫയറിൻ്റെ സർക്യൂട്ട് അറേഞ്ച്മെൻറ്റും വർക്കിംഗ് പ്രിൻസിപ്പിളും ആയിരുന്നു. ഈ ക്ലാസ്സിൻ്റെ സ്പെസിഫിക് ഔട്ട്കം എന്ന് പറയുന്നത് ടു ഇല്ലുസ്ട്രേറ്റ് ദ ഫ്രീക്വൻസി റെസ്പോൺസ് ഓഫ് AC കപ്പിൾഡ്, ട്രാൻസ്ഫോമർ കപ്പിൾഡ് ആൻഡ് ഡയറക്റ്റ് കപ്പിൾഡ് മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയർ. ഈ പാർട്ടിലാണ് നമ്മൾ ഇതിൽ വരുന്നത്. നേരെ ഫ്രീക്വൻസി റെസ്പോൺസ് ഓഫ് ഡയറക്റ്റ് കപ്പിൾഡ് മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയർ ആണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കുന്നത്. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡയറക്റ്റ് കപ്പിൾഡ് ആംപ്ലിഫയറിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ. നേരെ ഇതിൽ നോക്കുന്നേരം ഡയറക്റ്റ് കപ്പിൾഡ് ആംപ്ലിഫയർ പേര് തന്നെ ഉണ്ടത്. കപ്ലിംഗ് എലിമെൻറ്റ്സ് ഒന്നും ഇവിടെ യൂസ് ചെയ്യുന്നില്ല. സാധാരണ യൂസ് ചെയ്യുന്ന കപ്ലിംഗ് എലിമെൻറ്റ്സ് എന്ന് പറയുന്നത് കപ്പാസിറ്റേഴ്സ്, ട്രാൻസ്ഫോമേഴ്സ്, ഇൻഡക്റ്റേഴ്സ്, ഇതൊക്കെയാണ് കപ്ലിംഗ് എലിമെൻറ്റ്സ് ആയിട്ട് സാധാരണ യൂസ് ചെയ്യുന്നത്. നേരെ ഇതിൽ കപ്ലിംഗ് എലിമെൻറ്റ്സ് എന്ന് പറയുന്നത് ഒരു സ്റ്റേജിനെ രണ്ടാമത്തെ സ്റ്റേജുമായിട്ട് കണക്ട് ചെയ്യുന്നേരം ഫസ്റ്റ് രണ്ട് സ്റ്റേജ് ആംപ്ലിഫയേഴ്സ് നമുക്കിവിടെ കാണാൻ പറ്റും. നേരെ ഫസ്റ്റ് സ്റ്റേജിനെ നമ്മൾ സെക്കൻഡ് സ്റ്റേജുമായിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് അവിടെ യൂസ് ചെയ്യുന്ന എലിമെൻസിനെയാണ് നമ്മൾ കപ്ലിംഗ് എലിമെൻറ്റ്സ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് വോൾട്ടേജ് VIN വോൾട്ടേജ്, ആ VIN വോൾട്ടേജിനെയും നമ്മൾ AC സിഗ്നലിനെയും നമ്മൾ ഒരു കപ്ലിംഗ് എലിമെൻറ്റ്സ് കൊണ്ട് സാധാരണ എന്ന് പറഞ്ഞാൽ കപ്ലിംഗ് കപ്പാസിറ്റർ കൊണ്ട് നമ്മൾ കണക്ട് ചെയ്യാറുണ്ട്. അന്നേരം ഇതിൽ നമ്മൾ ഈ എലിമെൻറ്റ്സ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. ബൈപ്പാസ് കപ്പാസിറ്റർ പോലും യൂസ് ചെയ്യുന്നില്ല. ബൈപ്പാസ് കപ്പാസിറ്റർ ഇല്ല, കപ്ലിംഗ് കമ്പോണൻസ് ഒന്നും ഇല്ലാത്തൊരു ആംപ്ലിഫയറാണ്, മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയറാണ് ഡയറക്റ്റ് കപ്പിൾഡ് ആംപ്ലിഫയർ. നേരെ ഇതിൽ ബാക്കി ബയാസിങ് സർക്യൂട്ടൊക്കെ ഉണ്ട്. R1, R2, RE ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. കപ്ലിംഗ് എലിമെൻറ്റ്സ് ഇല്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കപ്ലിംഗ് എലിമെൻറ്റ്സ് ഇല്ലാത്തത് കൊണ്ട് അതിന് കുറേ അഡ്വാൻറ്റേജുകളുണ്ട്, അതിന് ഒരുപാട് ഡിസഡ്വാൻറ്റേജുകളും ഉണ്ട്. നേരെ സാധാരണ നമ്മൾ മോസ്റ്റ്ലി യൂസ് ചെയ്യുന്ന ഒരു മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയറിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കപ്ലിംഗ് കമ്പോണൻസ് എന്ന് പറയുന്നത് RC കപ്ലിംഗ് ആണ് നമ്മൾ സാധാരണ യൂസ് ചെയ്യുക. സാധാരണ ഓഡിയോ ഫ്രീക്വൻസി ആംപ്ലിഫയേഴ്സിൽ യൂസ് ചെയ്യുന്നത് RC കപ്പിൾഡ് ആംപ്ലിഫയർ ആണ്. അതേസമയം ഡയറക്റ്റ് കപ്പിൾഡ് ആംപ്ലിഫയർ ആണെങ്കിൽ നമുക്ക് DCയും കൂടി ആംപ്ലിഫൈ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. എന്ന് പറഞ്ഞാൽ ലോ ഫ്രീക്വൻസി ആംപ്ലിഫയർ ആയിട്ടാണ് സാധാരണ ഡയറക്റ്റ് കപ്പിൾഡ് ആംപ്ലിഫയർ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി അതിൻ്റെ ഫ്രീക്വൻസി റെസ്പോൺസ് നോക്കുന്ന സമയത്ത് ഇതുപോലെയായിരിക്കും ഫ്രീക്വൻസി റെസ്പോൺസ് ഉണ്ടാവുക. നമ്മളിപ്പോൾ ട്രാൻസ്ഫോമർ കപ്പിൾഡ് ആംപ്ലിഫയർ എടുക്കുകയാണ്, അല്ലെങ്കിൽ RC കപ്പിൾഡ് ആംപ്ലിഫയർ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ലോ ഫ്രീക്വൻസി റീജിയനിൽ ഗെയിൻ റോൾ ഓഫ് ഉണ്ടാകുന്നുണ്ട്. ഗെയിൻ റോൾ ഓഫ് എന്ന് പറഞ്ഞാൽ ഓർമ്മയുണ്ടല്ലോ എന്തായിരുന്നു ഗെയിൻ റോൾ ഓഫ്? ഗെയിൻ റോൾ ഓഫ് എന്ന് പറഞ്ഞാൽ ഗെയിൻ റെഡ്യൂസ് ചെയ്യുക അല്ലേ, ഗെയിൻ കുറഞ്ഞു പോവുക. മിഡ് ഫ്രീക്വൻസി റേഞ്ച് എന്ന് പറയുന്നേരം ഇതിൽ നമുക്ക് ഇതിനെയാണ് മിഡ് ഫ്രീക്വൻസി റേഞ്ച് എന്ന് പറയുന്നത്. ആ മിഡ് ഫ്രീക്വൻസി റേഞ്ചിൽ ഉള്ള ഗെയിൻ കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതേസമയം RC കപ്പിൾഡ് ആംപ്ലിഫയറിലെല്ലാം ഗെയിൻ കുറയുന്നുണ്ട്. ഗെയിൻ ശരിക്കും എന്താ ചെയ്യുന്നത്, ലോ ഫ്രീക്വൻസിയിൽ മിഡ് ഫ്രീക്വൻസിയിൽ നിന്ന് ഇങ്ങനെ ഗെയിൻ കുറഞ്ഞ് ലോ ഫ്രീക്വൻസിയിൽ ഇങ്ങനെയാണ് ഗെയിൻ കുറയുന്നത് അല്ലേ RC കപ്പിൾഡ് ആംപ്ലിഫയറിൽ. അതേപോലെ തന്നെ ട്രാൻസ്ഫോമർ കപ്പിൾഡ് ആംപ്ലിഫയറിൽ നോക്കുകയാണെങ്കിൽ ലോ ഫ്രീക്വൻസിയിൽ ഗെയിൻ റോൾ ഓഫ് ഉണ്ടാകുന്നുണ്ട്. നേരെ ഈ ട്രാൻസ്ഫോമർ കപ്പിൾഡ് ആംപ്ലിഫയറും RC കപ്പിൾഡ് ആംപ്ലിഫയറും ലോ ഫ്രീക്വൻസി ആംപ്ലിഫയർ ആയിട്ട് നമ്മൾ ഇപ്പോൾ ഇൻസ്ട്രുമെൻറ്റേഷൻ ആംപ്ലിഫയർ അങ്ങനത്തെ ലോ ഫ്രീക്വൻസി ആംപ്ലിഫയേഴ്സിൽ നമുക്ക് ഈ RC കപ്പിൾഡ് ആംപ്ലിഫയേഴ്സ് യൂസ് ചെയ്യാൻ നമുക്ക് പറ്റില്ല. അന്നേരം അതിന് വേണ്ടത്ര ഗെയിൻ RC കപ്പിൾഡിലും കിട്ടില്ല, ട്രാൻസ്ഫോമർ കപ്പിൾഡിലും കിട്ടില്ല. നേരെ ഡയറക്റ്റ് കപ്പിൾഡ് ആംപ്ലിഫയർ ആണെങ്കിൽ സീറോ ഫ്രീക്വൻസി എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? DC സിഗ്നൽ. നേരെ സീറോ ഫ്രീക്വൻസി മുതൽ ലോ ഫ്രീക്വൻസി സിഗ്നൽ വരെയും RC കപ്പിൾഡ് ആംപ്ലിഫയർ ആയാലും ട്രാൻസ്ഫോമർ കപ്പിൾഡ് ആംപ്ലിഫയറിലും ഗെയിന് കുറവായിരിക്കും. അതേസമയം ഡയറക്റ്റ് കപ്പിൾഡ് ആംപ്ലിഫയറിന് മിഡ് ഫ്രീക്വൻസിയിൽ എത്ര ഗെയിൻ ഉണ്ടോ
അതേ ഗെയിൻ തന്നെ നമുക്ക് എവിടെ കിട്ടും? ഡി സിക്കും ലോ ഫ്രീക്വൻസിക്കും നമുക്ക് കിട്ടുന്നതാണ്. അതേസമയം ഇതിൽ ഹൈ ഫ്രീക്വൻസി റീജിയണിൽ ഗെയിൻ റോൾ ഓഫ് നടക്കുന്നുണ്ട്. ഗെയിൻ റോൾ ഓഫ് ഹൈ ഫ്രീക്വൻസി റീജിയണിൽ നടക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ ഫ്രീക്വൻസി റെസ്പോൺസ് ഓരോ പാർട്ട് നോക്കാം. ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ലോ ഫ്രീക്വൻസി മുതൽ മിഡ് ഫ്രീക്വൻസി വരെയുള്ള സമയമാണ്. അന്നേരം ആ സമയത്ത് ഗെയിൻ റോൾ ഓഫ് ഉണ്ടാവുന്നില്ല, ഗെയിൻ കോൺസ്റ്റൻ്റ് ആണ്. എന്തുകൊണ്ടാണ് ഗെയിൻ കോൺസ്റ്റൻ്റ് ആവുന്നത് അല്ലെങ്കിൽ ഗെയിൻ റോൾ ഓഫ് ഇല്ലാത്തത്? ഒരു കപ്ലിംഗ് കമ്പോണൻസും ബൈപ്പാസ് കപ്പാസിറ്ററും ഒന്നും നമ്മളിവിടെ യൂസ് ചെയ്യുന്നില്ല. സാധാരണ ബൈപ്പാസ് കപ്പാസിറ്റർ യൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ കപ്ലിംഗ് കമ്പോണൻസ് യൂസ് ചെയ്യുന്ന സമയത്ത് ലോ ഫ്രീക്വൻസി റീജിയണിൽ ഇത് ഓപ്പൺ സർക്യൂട്ടായിട്ട് വർക്ക് ചെയ്യും. അതേസമയം മിഡ് ഫ്രീക്വൻസി റീജിയണിൽ ഇത് ഒരു ഷോർട്ട് സർക്യൂട്ടായിട്ട് വർക്ക് ചെയ്തിട്ട് അത് ഹൈ ഗെയിൻ പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ നമ്മൾ കപ്ലിംഗ് കപ്പാസിറ്ററും ബൈപ്പാസ് കപ്പാസിറ്ററും ഒന്നും യൂസ് ചെയ്യാത്തതുകൊണ്ട് മിഡ് ഫ്രീക്വൻസിയിലും ലോ ഫ്രീക്വൻസിയിലും ഗെയിനെല്ലാം സാധാരണ പോലെ തന്നെ കുറവ് തന്നെയായിരിക്കും. മറ്റേ RC കപ്പിൾഡ് ആംപ്ലിഫയറിൻ്റെ അത്രയും ഗെയിൻ നമുക്ക് ഡയറക്റ്റ് കപ്പിൾഡ് ആംപ്ലിഫയറിൽ കിട്ടില്ല. പക്ഷേ കപ്ലിംഗ് കപ്പാസിറ്റേഴ്സും ബൈപ്പാസ് കപ്പാസിറ്ററും നമ്മൾ യൂസ് ചെയ്യാത്തതുകൊണ്ട് അതിൻ്റെ എഫക്റ്റ് മിഡ് ഫ്രീക്വൻസി ഗെയിൻ മിഡ് ഫ്രീക്വൻസിയിലും കാണാൻ പറ്റില്ല. നേരെ ലോ ഫ്രീക്വൻസിയിൽ കിട്ടുന്ന ഗെയിനും മിഡ് ഫ്രീക്വൻസിയിൽ കിട്ടുന്ന ഗെയിനും എന്ത് തന്നെയായിരിക്കും? സെയിം തന്നെയായിരിക്കും. അതിൽ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. അന്നേരം ഒരു കോൺസ്റ്റൻറ്റ് ഗെയിനും നമുക്ക് ലോ ഫ്രീക്വൻസി മുതൽ മിഡ് ഫ്രീക്വൻസി വരെ കിട്ടുന്നതായിരിക്കും. നേരെ കപ്ലിംഗ് കമ്പോണൻസ് ഇല്ല എന്നുള്ളതും ബൈപ്പാസ് കപ്പാസിറ്റർ യൂസ് ചെയ്യുന്നില്ല. കപ്ലിംഗ് കമ്പോണൻസ് എന്ന് പറയുന്നത് ട്രാൻസ്ഫോമർ കപ്പിൾഡ് ആംപ്ലിഫയർ ആണെങ്കിലും ട്രാൻസ്ഫോമർ കപ്പിൾഡിൻ്റെ ഇൻഡക്റ്റർ വൈൻഡിങ്ങിൻ്റെ പ്രത്യേകത കൊണ്ട് അതിൻ്റെ ഗെയിൻ ലോ ഫ്രീക്വൻസിയിൽ കുറയുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ കപ്ലിംഗ് കപ്പാസിറ്റേഴ്സാണ് യൂസ് ചെയ്യുന്നതെങ്കിലും അത് ഓപ്പൺ സർക്യൂട്ടായിട്ട് വർക്ക് ചെയ്യുന്നതുകൊണ്ട് അതിന് ലോ ഫ്രീക്വൻസിയിൽ എന്തായിരിക്കും? ഗെയിൻ വളരെ കുറവായിരിക്കും. അതേസമയം ബൈപ്പാസ് കപ്പാസിറ്റർ യൂസ് ചെയ്യുന്നതിന് നമുക്ക് മിഡ് ഫ്രീക്വൻസിയിൽ ഗെയിൻ കൂടുന്നുണ്ട്, അതേസമയം ലോ ഫ്രീക്വൻസിയിൽ കുറവായിരിക്കും. ഈ ബൈപ്പാസ് കപ്പാസിറ്റർ യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ മിഡ് ഫ്രീക്വൻസിയിലും ലോ ഫ്രീക്വൻസിയിലും ഒരേ ഗെയിൻ തന്നെയാണ് നമുക്ക് കിട്ടുക. അതാണ് ലോ ഫ്രീക്വൻസി വരെ മുതൽ മിഡ് ഫ്രീക്വൻസി വരെ ഉള്ള ഗെയിൻ കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കാനുള്ള കാരണം അതാണ്. എന്നാൽ ദർ ഈസ് നോ കപ്ലിംഗ് കമ്പോണൻസ് ലൈക്ക് coupling capacitor and transformers, and also there is no bypass capacitor in this circuit. So the gain will be constant during the mid frequency and low frequency region. So these amplifiers can be used as a DC is used as a DC amplifier or low frequency amplifier ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇനി ഹൈ ഫ്രീക്വൻസി റീജിയനിൽ നമ്മൾ RC കപ്പിൾഡ് ആംപ്ലിഫയറിൽ തന്നെ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഹൈ ഫ്രീക്വൻസി റീജിയനിൽ നമുക്ക് ഗെയിൻ റോൾ ഓഫ് നടക്കുന്നത് ഇൻ്റർ ഇലക്ട്രോഡ് കപ്പാസിറ്റൻസ് കൊണ്ടാണ് നമുക്ക് എന്തുണ്ടാവുന്നത്? നമുക്ക് ഗെയിൻ റോൾ ഓഫ് ഉണ്ടാവുന്നത്. ഓക്കെ, അതിന് നമ്മൾ എമിറ്റർ ഡയോഡ് കപ്പാസിറ്റൻസ്, അതേപോലെ തന്നെ സ്ട്രേ വയറിങ് കപ്പാസിറ്റൻസ്, ഇതെല്ലാം അവിടെ വരുന്നുണ്ട്. നമ്മൾ യൂസ് ചെയ്യുന്ന കമ്പോണൻസും അതിൽ ഉണ്ടാവുന്ന ഡെപ്ലീഷൻ റീജിയനും എല്ലാം വെച്ചിട്ട് ചെറിയ ചെറിയ കപ്പാസിറ്റൻസ് എഫക്റ്റ് ട്രാൻസിസ്റ്ററിൽ നടക്കുന്നുണ്ട് അല്ലേ. അന്നേരം ഈ കപ്പാസിറ്റേഴ്സാണ് എമിറ്റർ ഡയോഡ് കപ്പാസിറ്റൻസ് അല്ലെങ്കിൽ സ്ട്രേ വയറിങ് കപ്പാസിറ്റൻസ് ഒക്കെയാണ് ഹൈ ഫ്രീക്വൻസി റോൾ ഓഫ് ഉണ്ടാക്കാനുള്ള കോസ് അല്ലെങ്കിൽ കാരണങ്ങളായിട്ട് വരുന്നത്. ഓക്കെ, അന്നേരം ഈ ഗ്രാഫിൽ നോക്കുന്ന സമയത്ത് നമുക്ക് F2 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫ്രീക്വൻസി കാണാൻ പറ്റും. F2 ഇവിടെ F1 ഇല്ല. F1 എന്ന് പറഞ്ഞാൽ കട്ട് ഓഫ് ഫ്രീക്വൻസി ഇല്ല, പക്ഷേ F2 എന്ന് പറഞ്ഞ ഒരു കട്ട് ഓഫ് ഫ്രീക്വൻസി ഉണ്ട് ഹൈ ഫ്രീക്വൻസി റീജിയനിൽ. അന്നേരം ഈ F2 എന്ന് പറയുന്ന കട്ട് ഓഫ് ഫ്രീക്വൻസി
എന്ന് പറയുന്നത് ഹൈ ഫ്രീക്വൻസി റീജിയനിലായിരിക്കും. ആ F2 വരെ എന്തായിരിക്കും, ഗെയിൻ കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഓക്കെ, ദെൻ ആഫ്റ്റർ F2 ഗെയിൻ വിൽ റോൾ ഓഫ്. നമ്മളെ ട്രാൻസ്ഫോമർ കപ്പിൾഡ് ആംപ്ലിഫയറിലും RC കപ്പിൾഡ് ആംപ്ലിഫയറിലും എല്ലാം തന്നെ ഹൈ ഫ്രീക്വൻസി റോൾ ഓഫ് ഉണ്ടാകുന്നുണ്ട്. ഡയറക്റ്റ് കപ്പിൾഡ് ആംപ്ലിഫയറിലും ഹൈ ഫ്രീക്വൻസി റോൾ ഓഫ് ഉണ്ടാകുന്നുണ്ട്. അതേസമയം ലോ ഫ്രീക്വൻസി റോൾ ഓഫ് ഇല്ല. അന്നേരം ഇവിടെ ഹൈ ഫ്രീക്വൻസി റോൾ ഓഫ് ഉണ്ടാവാനുള്ള കാരണം എന്താണ് എന്നാണ് നമ്മൾ പറയേണ്ടത്. അതാണ് പോയിൻ്റ്. എന്തുകൊണ്ടാണ്? എമിറ്റർ ഡയോഡ് കപ്പാസിറ്റൻസിൻ്റെ എഫക്റ്റ്, ദെൻ സ്ട്രേ വയറിംഗ് കപ്പാസിറ്റൻസിൻ്റെ എഫക്റ്റ്. അഥവാ നിങ്ങൾക്ക് സ്ട്രേ വയറിംഗ് കപ്പാസിറ്റൻസ് കിട്ടിയിട്ടില്ലെങ്കിൽ എമിറ്റർ ഡയോഡ് കപ്പാസിറ്റൻസിൻ്റെ എഫക്റ്റ് കൊണ്ടാണ് നമുക്ക് എന്ത് വരുന്നത്, ഹൈ ഫ്രീക്വൻസി റോൾ ഓഫ് ഉണ്ടാവുന്നത്. അന്നേരം ഇതിൽ എന്താണ് സംഭവിക്കുന്നത്? ഹൈ ഫ്രീക്വൻസി വരുന്ന സമയത്ത് ഈ കപ്പാസിറ്റൻസിൻ്റെ എഫക്റ്റ് എന്താണ് വരിക? കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് വളരെ കുറവായിരിക്കും. അറ്റ് ഹൈ ഫ്രീക്വൻസി, വെൻ ഫ്രീക്വൻസി ഇൻക്രീസസ് കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് ഡിക്രീസസ്. സോ ദ റിയാക്റ്റീവ് അല്ലെങ്കിൽ റിയാക്റ്റൻസ് ഓഫ് ദ കപ്പാസിറ്റർ ഈസ് വെരി ലോ ആൻഡ് ഇറ്റ് വിൽ ആക്ട് ആസ് എ ഷോർട്ട് സർക്യൂട്ട്. നേരം എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഔട്ട്പുട്ടിൽ നിന്ന് ഇൻപുട്ടിലേക്ക് ഒരു ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാവും. ട്രാൻസിസ്റ്ററിൻ്റെ ഔട്ട്പുട്ടിൽ നിന്ന് ഇൻപുട്ടിലേക്ക് ഒരു ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാവും എന്ന് പറഞ്ഞാൽ അവിടെ ഒരു നെഗറ്റീവ് ഫീഡ്ബാക്ക്, ഔട്ട്പുട്ടിൽ നിന്ന് ഇൻപുട്ടിലേക്ക് ഒരു ഫീഡ്ബാക്ക് സിഗ്നൽ ഫീഡ്ബാക്ക് ചെയ്യുക. സാധാരണ സിഗ്നൽ എങ്ങനെയാണ് പോകേണ്ടത്? ഇൻപുട്ടിൽ നിന്ന് ഔട്ട്പുട്ടിലേക്കായിരിക്കണം സിഗ്നൽ പോകേണ്ടത്. അതേസമയം ഇതിൽ സംഭവിക്കുന്ന എന്താണ്? ഔട്ട്പുട്ടിൽ നിന്ന് ഇൻപുട്ടിലേക്ക് ഒരു നെഗറ്റീവ് ഫീഡ്ബാക്ക് ഉണ്ടാക്കും. അന്നേരം ഈ നെഗറ്റീവ് ഫീഡ്ബാക്ക് ഉണ്ടാകുന്ന നേരം എന്താ സംഭവിക്കുക? ഇൻപുട്ട് സിഗ്നൽ നമ്മൾ കൊടുത്താലും ആ ഇൻപുട്ട് സിഗ്നൽ കുറച്ചൊന്ന് റെഡ്യൂസ് ചെയ്യും. എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ടിൽ ശരിക്കും ഇൻപുട്ട് കൊടുക്കുന്നേരം എത്ര വോൾട്ടേജ് ആണോ കിട്ടേണ്ടത് അത്രയും കിട്ടില്ല ഈ നെഗറ്റീവ് ഫീഡ്ബാക്ക് കൊണ്ട്. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. അന്നേരം ഹൈ ഫ്രീക്വൻസി റീജിയനിൽ എമിറ്റർ ഡയോഡ് കപ്പാസിറ്റൻസിൻ്റെ എഫക്റ്റ് കൊണ്ട് ഗെയിൻ റോൾ ഓഫ് നടക്കുന്നുണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഡയറക്റ്റ് കപ്പിൾഡ് ആംപ്ലിഫയറിൻ്റെ ഫ്രീക്വൻസി റെസ്പോൺസിൽ നമ്മൾ പഠിക്കാനുള്ള 2 റീജിയനേ ഉള്ളൂ. മിഡ് ഫ്രീക്വൻസി റീജിയൻ ആൻഡ് മിഡ് ഫ്രീക്വൻസി, ലോ ഫ്രീക്വൻസി മിഡ് ഫ്രീക്വൻസി റീജിയൻ, ദെൻ ഹൈ ഫ്രീക്വൻസി റീജിയൻ. ലോ ഫ്രീക്വൻസി മിഡ് ഫ്രീക്വൻസി റീജിയനിലാണെങ്കിൽ ഗെയിൻ കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതേസമയം ഹൈ ഫ്രീക്വൻസി റീജിയനിൽ ഗെയിൻ റോൾ ഓഫ് സ്റ്റാർട്ട് ചെയ്യും. ഗെയിൻ റോൾ ഓഫ് ഉണ്ടാകാനുള്ള കാരണം സ്ട്രേ വയറിംഗ് കപ്പാസിറ്റൻസ് അല്ലെങ്കിൽ എമിറ്റർ ഡയോഡ് കപ്പാസിറ്റൻസിൻ്റെ എഫക്റ്റാണ്. ദീസ് കപ്പാസിറ്റൻസ് ആക്ട് ആസ് ഷോർട്ട് സർക്യൂട്ട് ആൻഡ് there is a negative feedback in the circuit and it will provide a very low signal, a signal opposite to the input signal, and gain will roll off. ഗെയിൻ കുറയാൻ തുടങ്ങും. ഓക്കെ, അന്നേരം ഹൈ ഫ്രീക്വൻസി കൂടിക്കൊണ്ടിരിക്കുന്നതോറും ഗെയിനിൻ്റെ റോൾ ഓഫ് കൂടിക്കൂടി വരും. ഓക്കെ, അതുകൊണ്ടാണ് നമുക്ക് അതുപോലത്തെ ഒരു ഫ്രീക്വൻസി റെസ്പോൺസ് കിട്ടുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഡയറക്റ്റ് കപ്പിൾഡ് ആംപ്ലിഫയറിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, താങ്ക് യു.